നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 53 ആൻഡ് 54 പരീക്ഷയാണ്. അപ്പോൾ 2 ദിവസം പരീക്ഷ ഇടാൻ പറ്റിയില്ല, അത് ഒരുമിച്ചായിരുന്നത്. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷൻസ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പരീക്ഷ നടത്താം. ബാക്കി പോർഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യം. അപ്പോൾ എന്തായാലും എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. ഫുൾ മാർക്ക് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലോട്ട് എല്ലാവരെയും വെൽക്കം ചെയ്യുക. എൻ്റെ പേര് അശ്വതി. ടെൻത്ത് മെയിൻസ് ഡേ 53 ആൻഡ് 54 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ആദ്യത്തെ പ്രസ്താവന, മാധ്യമങ്ങളുടെ പ്രകാശക സാന്ദ്രതയിലുള്ള വ്യത്യാസമാണ് അപവർത്തനത്തിന് കാരണം. ബി, പ്രകാശക സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ പ്രകാശ വേഗം കൂടുതലായിരിക്കും. സി, ഗ്ലാസിന്റെ പ്രകാശ സാന്ദ്രത ജലത്തേക്കാൾ കൂടുതലാണ്. ഡി, ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഈ 4 പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. രണ്ട്, ഒരു ലെൻസിന്റെ പവർ എന്നത് ലെൻസിന്റെ മീറ്ററിലുള്ള എന്തിന്റെ ഉൽക്രമത്തിന് തുല്യമാണ്? ഫോക്കസ് ദൂരം, ആവൃത്തി, തരംഗദൈർഘ്യം, ഉന്നതി. 3, ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിന്റെ നിയർ പോയിന്റ് എത്രയാണ്? 20 സെന്റിമീറ്റർ, 25 സെന്റിമീറ്റർ, 30 സെന്റിമീറ്റർ, 35 സെന്റിമീറ്റർ. 4, വാഹനങ്ങളുടെ സിഗ്നൽ ലാമ്പുകൾക്ക് ചുവപ്പ് നിറമാണ്. എന്ത് സവിശേഷത മൂലമാണ് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത്? തരംഗദൈർഘ്യം കൂടുമ്പോൾ വിസരണം കുറയുന്നു. തരംഗദൈർഘ്യം കൂടുമ്പോൾ വിസരണം കൂടുന്നു. ആവൃത്തി കൂടുതലാണ്. ഇവയൊന്നുമല്ല. 5, ഒരു കുട്ടി വൈകുന്നേരം മാനത്ത് മഴവില്ല് കാണുന്നു. ഏത് ദിശയിലായിരിക്കും മഴവില്ല് ദൃശ്യം ആയിട്ടുണ്ടാവുക? കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. 6, പ്രിസത്തിലൂടെയുള്ള പ്രകാശ പ്രകീർണനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എ, തരംഗദൈർഘ്യം കൂടിയ വർണ്ണത്തിന് വ്യതിയാനം കൂടുതലാണ്. ബി, തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിന് വ്യതിയാനം കുറവാണ്. സി, തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നു. ഡി, ആവൃത്തി കുറഞ്ഞ വർണ്ണത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നു. 7, ഫാർ പോയിന്റ് അനന്തതയിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലേക്ക് കുറയുന്ന കണ്ണിന്റെ ന്യൂനത. വെള്ളെഴുത്ത്, ദീർഘദൃഷ്ടി, ഗ്ലോക്കോമ, ഹ്രസ്വദൃഷ്ടി. 8, ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ ഉള്ള ഒരു വസ്തുവിനുമേൽ പ്രയോഗിക്കുന്ന ബലത്തെക്കുറിച്ചുള്ള പഠനം. തെർമോഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്. 9, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. ജീവകം A1 അപര്യാപ്തത രോഗമാണ്, മാലക്കണ്ണ്. ജീവകം B3 പെല്ലഗ്ര. ജീവകം C സ്കർവി. ജീവകം D വന്ധ്യത. അപ്പൊ ഈ 4 നോക്കിയിട്ടേ ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി ഏതാണെന്ന് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിക്കോളാം. 10, ദേശീയ ഗെയിംസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ, സ്വാതന്ത്ര്യാനന്തരം നടന്ന ആദ്യ നാഷണൽ ഗെയിംസ് 1948 ലക്നൌവിലാണ് നടന്നത്. ബി, ആദ്യ ദേശീയ ഗെയിംസിന് വേദിയായ നഗരം ബോംബെയാണ്. സി, കേരളം നാഷണൽ ഗെയിംസിന് വേദിയായത് 1987 2015 ഡി, 36ാമത് ദേശീയ ഗെയിംസിന്റെ വേദി ഭുവനേശ്വർ ആണ്. 11, വാനിന്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. റെയിൽവേ, കേബിൾ TV, ടെലിഫോൺ ലൈൻ, സാറ്റലൈറ്റ് ലിങ്ക്. 12, നിശ്ചിത സമയത്ത് നിശ്ചിത മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡേറ്റയുടെ അളവിന് പറയുന്ന പേരെന്താ? ബാൻഡ് വിഡ്ത്ത്, നോഡ്, നോയിസ്, കോട്ടിംഗ്.
13. ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. എ. 2 ഉപകരണങ്ങൾക്ക് മാത്രമേ ഒരു സമയത്ത് വിവരവിനിമയം നടത്താൻ സാധിക്കൂ. ബി. എത്തിപ്പെടാവുന്ന ദൂരം കൂടുന്തോറും തരംഗശേഷി കുറയുന്നു. സി. ഖരപദാർത്ഥങ്ങളെ മറികടക്കാൻ കഴിയുന്നു. ഡി. വിവരങ്ങൾ ചോർത്തപ്പെടുന്നില്ല. 14. വൈഫൈയുടെ പിതാവ്. വിൻഡൻ സർഫ്, ജൂലിയൻ അസാഞ്ച്, വിക് ഹെയ്സ്, വിക്കി ഹെയ്ലി. 15. ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഏതുതരം തരംഗങ്ങളാണ്? മൈക്രോവേവ് തരംഗങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യങ്ങൾ. നമുക്ക് ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കാവേ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ബി ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും എന്നാണ് വരാനുള്ളത്. കൂടുതലായിരിക്കും എന്നാ കൊടുത്തേക്കുന്നത്, അപ്പൊ അതാണ് തെറ്റിപ്പോയത്. 2. ഒരു ലെൻസിന്റെ പവർ എന്നത് ലെൻസിന്റെ മീറ്ററിലുള്ള എന്തിന്റെ ഉൽക്രമത്തിന് തുല്യമാണ്? ഫോക്കസ് ദൂരത്തിന്, അതായത് 1/f ആണ് ഏത് പവർ എന്ന് പറയുന്നത്. 3. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിന്റെ നിയർ പോയിന്റ് എത്രയാണ്? 25 സെന്റിമീറ്റർ ആണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിന്റെ നിയർ പോയിന്റ്. 4. വാഹനങ്ങളുടെ സിഗ്നൽ ലാമ്പുകൾക്ക് ചുവപ്പ് നിറമാണ്. എന്ത് സവിശേഷത മൂലമാണ് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത്? തരംഗദൈർഘ്യം കൂടുമ്പോൾ വിസരണം കുറയുന്നു എന്ന സവിശേഷത മൂലമാണ് ചുവപ്പ് നിറം ഉപയോഗിക്കുന്നത്. 5. ഒരു കുട്ടി വൈകുന്നേരം മാനത്ത് മഴവില്ല് കാണുന്നു. ഏത് ദിശയിലായിരിക്കും മഴവില്ല് ദൃശ്യമായിട്ടുണ്ടാവുക? സൂര്യൻ വൈകുന്നേരങ്ങളിൽ പടിഞ്ഞാറ് ദിശയിലാണ്, അപ്പോൾ മഴവില്ല് അതിന്റെ ഓപ്പോസിറ്റ് ദിശയായ കിഴക്ക് ദിശയിലായിരിക്കും. 6. പ്രിസത്തിലൂടെയുള്ള പ്രകാശ പ്രകീർണനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റ്. തരംഗദൈർഘ്യം കൂടിയ വർണ്ണത്തിന് വ്യതിയാനം കൂടുതലാണ്, അത് തെറ്റാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിന് വ്യതിയാനം കുറവാണ്, തെറ്റാണ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണത്തിൽ കൂടുതൽ വ്യതിയാനം എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണല. ആവൃത്തി കുറഞ്ഞ വർണ്ണത്തിന് കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്നു. ആവൃത്തി കുറവാണെങ്കിൽ തരംഗദൈർഘ്യം കൂടുതലായിരിക്കണം. അപ്പോൾ തരംഗദൈർഘ്യം കൂടുമ്പോൾ വ്യതിയാനം കുറയുകയാണ് ചെയ്യുന്നത്. ആ പ്രസ്താവനയും തെറ്റാണ്. 7. ഫാർ പോയിന്റ് അനന്തതയിൽ നിന്നും ഒരു നിശ്ചിത അകലത്തിലേക്ക് കുറയുന്ന കണ്ണിന്റെ ന്യൂനതയാണ് ഹ്രസ്വദൃഷ്ടി. ഡി. ഹ്രസ്വദൃഷ്ടി. 8. ചലനാവസ്ഥയിലോ നിശ്ചലാവസ്ഥയിലോ ഉള്ള ഒരു വസ്തുവിന് മേൽ പ്രയോഗിക്കുന്ന ബലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്ലാസിക്കൽ മെക്കാനിക്സ്. സി ആണ് ഉത്തരം, ക്ലാസിക്കൽ മെക്കാനിക്സ്. 9. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി 4 ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്, കണ. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. 4 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ബി. 10. ദേശീയ ഗെയിംസിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് ഡി ആണ്. 36ാമത്തെ ദേശീയ ഗെയിംസിന്റെ വേദി ഗുജറാത്ത് ആണ്. 11. മാനിന്റെ ഉദാഹരണങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് ബി ആണ്, കേബിൾ ടി വി. കേബിൾ ടി വി മാനിന് ഉദാഹരണമാണ്, മാൻ. 12. നിശ്ചിത സമയത്ത് നിശ്ചിത മാധ്യമത്തിലൂടെ അയക്കാവുന്ന ഡേറ്റയുടെ അളവാണ് ബാൻഡ് വിഡ്ത്ത്. എ. ബാൻഡ് വിഡ്ത്ത് ആണ് ഉത്തരം. 13. ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. സി ആണ്, ഖരപദാർത്ഥങ്ങളെ മറികടക്കാൻ കഴിവില്ല എന്നുള്ളതാണ് കറക്റ്റ്. 14. വൈഫൈയുടെ പിതാവ്. വൈഫൈയുടെ പിതാവാണ് വിക് ഹെയ്സ്. വിക് ഹെയ്സ് ആണ് സി. 15. ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത് ഏത് തരം തരംഗങ്ങളാണ്? റേഡിയോ തരംഗങ്ങളാണ് ബ്ലൂടൂത്ത് സംവിധാനത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഡേ 55ന്റെ എക്സാം നാളെ ആയിരിക്കും നടത്തുന്നത്. പിന്നെ നാളെ ഡേ 56 കൂടിയാണ്. അതിന്റെ പോർഷൻസ് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ഫുൾ ആയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലഗ്രാം ചാനൽ വഴിയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഗുഡ് നൈറ്റ്, വീണ്ടും കാണാം. താങ്ക് യു.